കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. മുന്നണികളിലെ പ്രമുഖ നേതാക്കന്മാർ പ്രധാനമായിട്ട് ഇപ്പോൾ വി ഡി സതീശനായിക്കോട്ടെ, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ആയിക്കോട്ടെ, ഇപ്പുറത്ത് എം.എ. ബേബി ആയിക്കോട്ടെ, പിണറായി വിജയൻ ആയിക്കോട്ടെ, അവരെല്ലാം തന്നെ സംസ്ഥാനത്തിന്റെ ഒട്ടുമിക്ക മണ്ഡലങ്ങളിലും പ്രചരണമായിട്ട് സജീവമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഇതിനപ്പുറത്തേക്ക് സോഷ്യൽ മീഡിയയിൽ ഫാൻ ഫൈറ്റുകൾ വ്യാപകമായി നടക്കുന്നുണ്ട്, PR വർക്കുകൾ വ്യാപകമായി നടക്കുന്നുണ്ട്. എങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ഒരു പാർട്ടി അല്ലെങ്കിൽ ഒരു മുന്നണി ഒരു സാധനം ഇടും, അതിന് ഓപ്പോസിറ്റ് അല്ലെങ്കിൽ അതിന് മറുപടിയായിട്ട് മറ്റേ മുന്നണി വേറൊരു സാധനം ഇടും. അങ്ങനെ വയനാട് ഫണ്ട് പിരിവ് മുതൽ രക്തസാക്ഷി ഫണ്ട് പിരിവ് വരെയുള്ള തുടങ്ങി വിശദമായ നിരവധി കാര്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ ഘട്ടത്തിന്റെ തുടക്കം മുതൽ ഓരോ മുന്നണികളും ഏത് രീതിയിലാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടത് എന്ന് കൃത്യമായിട്ട് PR വർക്ക് അല്ലെങ്കിൽ PR സെറ്റ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. കാരണം സോഷ്യൽ മീഡിയ ഒരു തെരഞ്ഞെടുപ്പിനെ ഏത് രീതിയിൽ ബാധിക്കും എന്നത് മനസ്സിലാക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പ്, അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തെയും അതോടൊപ്പം തന്നെ അതിന്റെ റിസൾട്ടിനെയും എങ്ങനെയൊക്കെ നിയന്ത്രിക്കാൻ കഴിയും എന്ന് മനസ്സിലാകാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണിത്. ഇതിനു മുമ്പ് ഇത്രയും സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുള്ള പ്രചരണങ്ങളൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ഈവൻ കോവിഡിന്റെ സമയത്ത് നടന്ന 2021 തെരഞ്ഞെടുപ്പാണെങ്കിൽ പോലും സോഷ്യൽ മീഡിയക്ക് ഇത്രമാത്രം പ്രാധാന്യം കൊടുക്കുക, സോഷ്യൽ മീഡിയയിൽ ഇത്രമാത്രം പ്രചരണങ്ങൾ കൊടുക്കുക, അത്രയും ഫൈറ്റ് നടക്കുക ഒന്നും ചെയ്തതായിട്ട് കണ്ടിട്ടില്ല. പക്ഷെ ഇത്തവണ ഈ 2026 തെരഞ്ഞെടുപ്പാണ് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഫാൻ ഫൈറ്റുകൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ തങ്ങളുടെ പ്രചാരണ ആയുധമായിട്ട് അല്ലെങ്കിൽ പ്രചാരണ മാർഗമായിട്ട് പ്രധാനമായിട്ടും മുന്നണികൾ കണ്ടെത്തിയിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഇതാണ്. അതായത് സോഷ്യൽ മീഡിയ തീരുമാനിക്കും ഈ വരുന്ന തെരഞ്ഞെടുപ്പ് ആര് ജയിക്കണം, ആർക്ക് ഭൂരിപക്ഷം കിട്ടണം, ആര് സർക്കാർ ഉണ്ടാക്കണം എന്നതിനെ കുറിച്ച്. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് സോഷ്യൽ മീഡിയയെ കുറിച്ചോ കാര്യങ്ങളോ ഒന്നുമല്ല. നിങ്ങൾക്ക് ഒരാളെ കുറിച്ച് കൃത്യമായിട്ട് അറിയായിരിക്കും, നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷെ എന്നാലും അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ല. അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ, നല്ല പേരല്ലേ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ? നല്ല മനുഷ്യനാണ്, എനിക്ക് വളരെ അടുത്ത അറിയാവുന്ന ഒരു കക്ഷിയാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ആള് ഗുരുവായൂർ നിയോജക മണ്ഡലത്തിൽ നിന്നാണ് മത്സരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഗുരുവായൂർ നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ എത്രയോ വർഷക്കാലമായിട്ട് എത്രയോ ടേമുകളായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന ഒരു മണ്ഡലമാണ് ഗുരുവായൂർ. അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും ഏത് രീതിയിൽ തെരഞ്ഞെടുപ്പിനെ നേരിടണം എന്ന് മുന്നണികളെല്ലാം തന്നെ, അതായത് വലതുപക്ഷം ആയിക്കോട്ടെ, ഇടതുപക്ഷം ആയിക്കോട്ടെ, ഇനി NDA ആയിക്കോട്ടെ, തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ വിവിധ മണ്ഡലങ്ങളുടെ പേര് പറഞ്ഞ കൂട്ടത്തിൽ ഗുരുവായൂർ മണ്ഡലത്തിലും ഏത് രീതിയിൽ പ്രചരണം നടത്തണം എന്നതിനെക്കുറിച്ചുള്ള വലിയ ചർച്ചകളും കാര്യങ്ങളൊക്കെ നടന്നതായിട്ടൊക്കെ നമ്മൾ വാർത്തയിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ ബി ഗോപാലകൃഷ്ണനെ ഗുരുവായൂർ നിയോജക മണ്ഡലത്തിന്റെ പ്രതിനിധിയായിട്ട് നിയമസഭയിലേക്ക് അയക്കണമെങ്കിൽ അത് NDA മുന്നണി കൃത്യമായിട്ട് അയാളവിടെ മത്സരിപ്പിച്ച് കൃത്യമായിട്ടുള്ള പ്രചരണങ്ങൾ നടത്തി വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ചെടുത്താൽ മാത്രമേ ഒരു കൃത്യമായ ഒരു മേൽക്കൈയോടുകൂടി ബി ഗോപാലകൃഷ്ണൻ നിയമസഭയിലേക്ക് എത്താൻ പറ്റൂ. പക്ഷേ എല്ലാ മുന്നണികളിലും അല്ലെങ്കിൽ എല്ലാ സ്ഥാനാർത്ഥികളും, ഈവൻ സ്വതന്ത്രനാണെങ്കിൽ പോലും അവർക്കെല്ലാം തന്നെ പ്രചരണത്തിന് കൃത്യമായിട്ടുള്ള ഒരു അജണ്ട ഉണ്ടാവും. പ്രചാരണം എങ്ങനെ കൊണ്ടുപോകണം, ഏതൊക്കെ കാര്യങ്ങൾ പ്രൊജക്റ്റ് ചെയ്ത് സംസാരിക്കണം, ഏതൊക്കെ കാര്യങ്ങളിൽ എതിർ മുന്നണിയിലെ സ്ഥാനാർത്ഥിക്ക് അല്ലെങ്കിൽ എതിർ മുന്നണിക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട് അത് ഉയർത്തി കാണിക്കണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഏത് മണ്ഡലം എടുത്തു കഴിഞ്ഞാലും അവിടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് നേതാക്കന്മാരായാലും അവിടുത്തെ സ്ഥാനാർത്ഥി ആയാലും മുന്നണി ആയാലും ഒക്കെ വരിക. പക്ഷേ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം ബി ഗോപാലകൃഷ്ണൻ ഈ പറഞ്ഞതുപോലെ അവിടുത്തെ കാൻഡിഡേറ്റ് ആയിട്ട് ഗുരുവായൂർ വന്നിറങ്ങിയത് മുതൽ അദ്ദേഹം പറയുന്ന ഒരൊറ്റ കാര്യമുള്ളൂ, അതായത് ഗുരുവായൂരിനെ പ്രതിനിധീകരിച്ച് ഇതുവരെ ഒരു ഹിന്ദു MLA ഉണ്ടായിട്ടില്ല. ഇപ്പോഴും മത്സരരംഗത്ത് മുസ്ലിം കാൻഡിഡേറ്റുകൾ ഉള്ളത് കൊണ്ട് തന്നെ ഒരുതരം വർഗീയ വിദ്വേഷം താൻ കാല് കുത്തിയപ്പോൾ തന്നെ ഒരു കാൻഡിഡേറ്റ് ആയിട്ട് ഒരു മണ്ഡലത്തിൽ കാല് കുത്തിയപ്പോൾ ഫസ്റ്റ് ഡയലോഗാണ്, ഗുരുവായൂരിൽ ഇതുവരെ ഒരു ഹിന്ദു MLA ഉണ്ടായിട്ടില്ല, പരിശോധിക്കണം, ഹിന്ദു MLA വേണം. കേസെടുത്തു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായിട്ടൊരു അദ്ദേഹത്തിന് നോട്ടീസ് കൊടുത്തു. ഇപ്പോൾ മതവിദ്വേഷം പ്രചരിപ്പിക്കാൻ ശ്രമിച്ചതിന് അദ്ദേഹത്തിനെതിരെ കേസും വന്നു. അവിടെ കൊണ്ട് അവസാനിച്ചിട്ടില്ല. ഈ കഴിഞ്ഞ ദിവസം അവർ ചെയ്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു ഫ്ലക്സ്, അതായത് 1977 മുതലുള്ളതാണെന്ന് എനിക്ക് എൻ്റെ ഓർമ്മ. അവിടെ മുതൽ ഈ കഴിഞ്ഞ 2021 വരെ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ഗുരുവായൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച ആളുകളുടെ പേരും വിവരങ്ങളും വെച്ചിട്ടുള്ള ഒരു ഫ്ലക്സ്, അത് വെച്ചത് എവിടെയാണെന്നൊരു ചാവക്കാട് മുസ്ലിം പള്ളിക്കടുത്ത്. എന്താണ് അത് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒന്നുകിൽ ഇത് ഒരു ഗുരുവായൂർ വലിയൊരു അമ്പലമാണ്, ലോകപ്രശസ്ത അമ്പലമാണ്, ലോകത്തിന്റെ പല കോണുകളിൽ നിന്നും ആളുകൾ വരുന്നതാണ്, എന്നിട്ടും ഇവിടെ എന്തുകൊണ്ടൊരു ഹിന്ദു MLA ഇല്ല എന്ന് നിങ്ങൾ ചിന്തിക്കണം ഹിന്ദുക്കളെ എന്നതാണ് അദ്ദേഹം അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന സമയത്ത് വർഗീയപരമായിട്ട് വർഗീയ വിദ്വേഷം ഉണ്ടാക്കുന്ന രീതിയിൽ പ്രചാരണം നടത്തി കഴിഞ്ഞാൽ അത് ആ തെരഞ്ഞെടുപ്പിനെ ബാധിക്കും എന്നുള്ളത് കൃത്യമായിട്ട് അറിയാവുന്ന ഒരാളാണ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ. അദ്ദേഹം അഡ്വക്കേറ്റ് ആണ്, നിയമം പഠിച്ച വ്യക്തിയാണ്.
അപ്പൊ അദ്ദേഹത്തിന് അറിയാം ഇത്. അതുകൊണ്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനും പോലീസും ഒക്കെ അദ്ദേഹത്തിനെതിരെ നടപടികളുമായിട്ട് മുന്നോട്ട് പോയിട്ടില്ല. ഇപ്പൊ വീണ്ടും ഈ ഫ്ലെക്സ് ബോർഡ് വെച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വീണ്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷനും കേരള പോലീസിലേക്കും പരാതി പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് മതവിദ്വേഷത്തിന്റെ പഴയ വർഗീയ ലഹളകളും വർഗീയ കലാപങ്ങളൊക്കെ പണ്ട് കാലത്ത് വിദ്വേഷങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പൊ ഈ അടുത്ത കഴിഞ്ഞ കുറെ കാലങ്ങളൊന്നും എൻ്റെ ഒന്നും ഓർമ്മയിൽ പോലും ഒരു വർഗീയ കലാപം ഇവിടെയൊന്നും കാര്യമായിട്ട് നടന്നതായിട്ട് കണ്ടിട്ടില്ല. രാഷ്ട്രീയ കോലാഹലങ്ങളുടെ പേരിൽ നടക്കുന്ന അടിപിടി, കത്തിക്കുത്തുകൾ, കൊലപാതകങ്ങളൊക്കെ പല സന്ദർഭങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ വർഗീയ ലഹള അല്ലെങ്കിൽ വർഗീയ കലാപം കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ഇല്ലാത്തൊരു നാട്, സമത്വ സുന്ദരമായിട്ട് നമ്മളെല്ലാവരും പരസ്പരം സ്നേഹിച്ച് ബക്രീദിനായാലും റംസാനായാലും ഓണത്തിനായാലും വിഷുവിനായാലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വീടുകളിൽ പോയി ഭക്ഷണം കഴിച്ച്, ഇപ്പൊ എന്തിനേറെ പറയണം, ഇപ്പോ കേരള സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമ കേരളത്തിനെ അടിച്ചമർത്തി അടിച്ചില്ലാതാക്കിയിട്ട് ഇറക്കാൻ ശ്രമിച്ച ഘട്ടത്തിൽ പോലും കേരളം ഒരുമിച്ച് നിന്ന് ഇതാടാ റിയൽ കേരള സ്റ്റോറി എന്ന് പറഞ്ഞുകൊണ്ട് കാണിച്ചു കൊടുത്ത വീഡിയോകൾ ഒരുപാടുള്ള ഇതേ മണ്ണിൽ ചവിട്ടിക്കൊണ്ട് ഒരാൾ വർഗീയപരമായ കാര്യങ്ങൾ സംസാരിക്കുന്നു. വർഗീയത ഉണ്ടാക്കാൻ ഹിന്ദുവിനും മുസ്ലിമിനും ഇടയിൽ വർഗീയമായി ചിന്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടലുകൾ നടത്തുന്നു. അതും ഒരു കാൻഡിഡേറ്റ്, NDA പോലുള്ള ഒരു മുന്നണിയുടെ ഒരു കാൻഡിഡേറ്റ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ അത് വളരെ ഗൗരവമായ കാര്യമാണ്. ഗുരുവായൂരിലെ പ്രിയപ്പെട്ട ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഗുരുവായൂർ അമ്പലവുമായി ബന്ധപ്പെട്ടിട്ട് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഗുരുവായൂർ അമ്പലത്തിൽ നിരവധി മുസ്ലിങ്ങൾ വന്ന് തൊഴുതു പോകുന്ന ഒരു അമ്പലമാണ്. എനിക്കറിയാവുന്ന ഒരു ഫാമിലി എല്ലാ വ്യാഴാഴ്ചയും എന്ന് പറഞ്ഞതുപോലെ വലിയ ബിസിനസ് ദുബായിൽ നടന്ന ഫാമിലി, അവര് വ്യാഴാഴ്ചകളിൽ ദുബായിൽ നിന്ന് വന്ന് ഇവിടെ തൊഴുതിട്ട് അടുത്ത ഫ്ലൈറ്റിന് തിരിച്ചു പോകുന്ന എനിക്കറിയാവുന്ന ഫാമിലിയുണ്ട്. അങ്ങനെ ഗുരുവായൂർ അമ്പലത്തിലെ വിശ്വാസവുമായി ബന്ധപ്പെട്ടിട്ട് ഇഴചേർന്ന് നിൽക്കുന്നതാണ് ചാവക്കാടുള്ളതും ഈ ഗുരുവായൂർ അമ്പലത്തിന്റെ പരിസരത്ത് ജീവിക്കുന്നതുമായിട്ടുള്ള മുസ്ലിങ്ങൾ. അവർക്ക് ഈ അമ്പലം ഒരു ഹിന്ദുവിന്റെ അമ്പലം മാത്രമാണ് എന്ന രീതിയിലുള്ള യാതൊരു ചിന്തകളുമില്ല. ഗുരുവായൂർ അമ്പലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ ഗുരുവായൂർ അമ്പലത്തോടുള്ള സ്നേഹം തുറന്നു കാണിക്കുന്ന ആളുകളാണ് അതിന് ചുറ്റുവട്ടത്തും ജീവിക്കുന്ന ആളുകൾ. അതറിയാത്ത ഒരാളല്ല ബി ഗോപാലകൃഷ്ണൻ. പക്ഷേ എന്നാലും ഒരു കുത്തിത്തിരിപ്പ്, ഒരു ചെറിയൊരു മതവിദ്വേഷം വിളക്ക് വിട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ചിന്ത അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് മാറ്റി ചിന്തിക്കാൻ ഹിന്ദുക്കൾക്ക് അത് പ്രേരണയാകോ എന്ന് ചിന്തിക്കുന്ന ഒരു തരം എന്താ പറയുക വർഗീയമായിട്ട് വിഷം തുപ്പുന്ന ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു പ്രകടനം, ഒരു വാക്ക് കൊണ്ട് പോലും നമ്മുടെ നാട്ടിൽ ഒരു വർഗീയ കലാപം ഉണ്ടാക്കാൻ ഇടവരുത്താതിരിക്കേണ്ട ആള് തന്നെ വർഗീയ ലഹള ഉണ്ടാക്കാൻ വേണ്ട വിത്തുകൾ പാകി കൊടുക്കുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് തെരഞ്ഞെടുപ്പ് കാലഘട്ടമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, ആര് ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കണം എന്നുള്ളത്. വർഗീയ വിഷം തുപ്പുന്ന ഇവർ വിജയിക്കണോ, ഇനി ഇവരെ പോലുള്ള ആളുകൾ ഇനി തെരഞ്ഞെടുത്ത് നിയമസഭയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, ഇവർക്ക് അധികാരം കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഇവർ ഏത് രീതിയിലായിരിക്കും ഈ വർഗീയത നമുക്കിടയിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ബി ഗോപാലകൃഷ്ണൻ മാത്രമല്ല, ഇത്തരത്തിൽ വർഗീയമായി നമുക്കിടയിൽ ചേരിതിരിവുണ്ടാക്കാൻ ശ്രമിക്കുന്ന എല്ലാവരെയും ഒരു കൈയകലത്തിൽ നിർത്താൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, 5 വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ 10 വർഷങ്ങൾക്ക് ശേഷം കിട്ടിയ ഒരു തെരഞ്ഞെടുപ്പാണ്. എല്ലാവരും അവരവരുടെ യുക്തിക്കനുസരിച്ച് വികസനം കൊണ്ടുവരും, നാടിന്റെ വികസനം കൊണ്ടുവരും എന്നുറപ്പുള്ള, നാടിന്റെ കഴിഞ്ഞ കുറെ കാലഘട്ടങ്ങളിലെ വികസനങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്ത് ആ വികസനങ്ങൾ കൊണ്ടുവരും, നാടിന്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് ഉറപ്പുള്ള ആളുകൾക്ക് വോട്ട് ചെയ്യുക. മതവിദ്വേഷം പ്രചരിപ്പിക്കുന്ന മതവർഗീയവാദികളായിട്ടുള്ള അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണനെ പോലുള്ള ആളുകളെ അകറ്റി നിർത്തുക എന്നതാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്.